ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പം നമ്മൾ നമ്മുടെ പേര് പറഞ്ഞിട്ട് സംസാരിക്കും അല്ലേ. ഐ ആം, മൈ നെയിം ഈസ് സോ ആൻഡ് സോ. നമ്മുടെ പേരെന്താണ്? സീന എന്നാണെങ്കിൽ ഐ ആം സീന, അല്ലെങ്കിൽ മൈ നെയിം ഇസ് സീന. അതിനു മുമ്പ് നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ഒരു ഹലോ പറയും. അതിപ്പോൾ ഒരു ഇൻഡിവിജ്വലിനോടാണെങ്കിലും ഹലോ പറയും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഗ്രീറ്റിംഗ്സ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഹലോ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഹലോ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ. ഫസ്റ്റ് സെന്റൻസ് എന്താ? വില്ലേജിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗ്രാമത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. ടുഡേ ഐ എം ഷെയറിംഗ് സംതിങ് അബൌട്ട് മൈ വില്ലേജ്. ടുഡേ ഐ എം ഷെയറിംഗ് സംതിങ് അബൌട്ട് മൈ വില്ലേജ്. ഞാൻ ഇന്ന് എന്റെ ഗ്രാമത്തെ കുറിച്ച് ചിലത് പറയാനെന്നു, പങ്കിടുകയാണ്, ഷെയർ ചെയ്യാണെന്ന് പറയാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ പേര് പറഞ്ഞു. മൈ നെയിം ഇസ് ജെയിംസ്. മൈ നെയിം ഇസ് ജെയിംസ്. എന്റെ പേര് ജെയിംസ് എന്നാണ്. അടുത്തത് നോക്കിക്കേ, ജെയിംസിന്റെ സ്ഥലം കണ്ണൂരാണ്. ഐ ആം ഫ്രം കണ്ണൂർ. ഐ ആം ഫ്രം കണ്ണൂർ. നമ്മുടെ സ്ഥലം എവിടെയാണോ അത് പറയാം. ജെയിംസിന്റെ സ്ഥലമാണ് കണ്ണൂർ. അപ്പൊ നമ്മുടെ പേര് വേറെ എന്താണ്? നമ്മൾ കോഴിക്കോട് എന്നാണെങ്കിൽ ഐ എം ഫ്രം കോഴിക്കോട്. ഐ എം ഫ്രം എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഐ ആം ഫ്രം കണ്ണൂർ. നമ്മുടെ പ്രായം എത്രയാണോ? ഐ ആം 25 years old. അടുത്തത് ഐ ആം 25. നമ്മുടെ വയസ്സാണ് പറഞ്ഞത് അല്ലെ. ഐ ആം 25 years old. എനിക്ക് 25 വയസ്സായി. ഐ ലിവ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ഐ ലിവ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ഞാൻ വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഗ്രാമം നമുക്ക് എപ്പോഴും മനോഹരമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയാ പറയാ, വളരെ മനോഹരമായ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ദ നെയിം ഓഫ് മൈ വില്ലേജ് ഈസ് കുഞ്ഞിമംഗലം. ഓക്കെ, ദ നെയിം ഓഫ് മൈ വില്ലേജ് ഈസ് കുഞ്ഞിമംഗലം. ഈ വില്ലേജ് കേട്ട് പരിചയമുണ്ടോ? വില്ലേജിന്റെ പേര് കുഞ്ഞിമംഗലം എന്നാണ്. നമ്മൾ നമ്മുടെ വില്ലേജിനെ കുറിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ അതിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയും. നമ്മുടെ വില്ലേജിൽ എത്രത്തോളം ആളുകളുണ്ട്, എത്ര വിസ്തീർണമുണ്ട് എന്നൊക്കെ പിന്നെ ഓരോരോ സെന്റൻസ് ആക്കി നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്താ നോക്കുക. ഇറ്റ് ഈസ് അബൌട്ട് 10 kilometers away from the city പയ്യന്നൂർ. ഇറ്റ് ഈസ് അബൌട്ട് 10 kilometers away from the city പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഇത്. ഓക്കെ, അടുത്തത്. ദ പോപ്പുലേഷൻ ഓഫ് മൈ വില്ലേജ് ഇസ് അറൌണ്ട് 27,000. ദ പോപ്പുലേഷൻ ഓഫ് മൈ വില്ലേജ് ഇസ് അറൌണ്ട് 27,000. എന്റെ ഗ്രാമത്തിലെ ജനസംഖ്യ ഏകദേശം 27,000 ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ എംപ്ലോയീസ്. മോസ്റ്റ് ഓഫ് ദം ആർ എംപ്ലോയീസ്. ഇവർ ഭൂരിഭാഗവും ജോലിക്കാരാണ്. അടുത്തത് നോക്കൂ. ഇറ്റ് ഈസ് വെരി ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് വെരി ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇത് വളരെ വൃത്തിയുള്ളതും മനോഹരവുമാണ് ആ വില്ലേജ്. ഓക്കെ, അടുത്തത്. ഇറ്റ് ഈസ് പാരഡൈസ് ഓഫ് ബ്യൂട്ടി, ഫ്രഷ്നെസ് ആൻഡ് പീസ്. ഇറ്റ് ഈസ് പാരഡൈസ് ഓഫ് ബ്യൂട്ടി, ഫ്രഷ്നെസ് ആൻഡ് പീസ്. സൗന്ദര്യത്തിന്റെയും പുതുമയുടെയും സമാധാനത്തിന്റെയും പരദേശയാണ് എന്റെ വില്ലേജ്, എന്റെ ഗ്രാമം. അടുത്തത് എന്താ നോക്കിക്കേ. ഇൻ 2018 ദി ഗവൺമെന്റ് ഡെസിഗ്നേറ്റഡ് കുഞ്ഞിമംഗലം ഹാസ് എ ഹെറിറ്റേജ് വില്ലേജ്. 2018 സർക്കാർ കുഞ്ഞിമംഗലത്തെ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചു. ഹെറിറ്റേജ് എന്നാണ് പൈതൃകത്തിന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വില്ലേജിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഫ്യൂ എക്സാമ്പിൾ പോലെ. ഇനി നമുക്ക് നമ്മുടെ വില്ലേജിനെ കുറിച്ച് എത്രത്തോളം നമുക്ക് അറിയാമെന്നോ, നമുക്കതിനെ കുറിച്ച് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവും അല്ലെ. അതിനെക്കുറിച്ച് കുറച്ച് സെന്റൻസ് ഒക്കെ നമ്മുടെ കൂടെ ആഡ് ചെയ്തിട്ട് പറഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, എന്റെ പേര് ദിയ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ പേരാണ്. എന്താണ്? മൈ നെയിം ഈസ് ദിയ. എന്റെ കൂട്ടുകാരനെ കുറിച്ച് അല്പം കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഫ്യൂ തിങ്സ് അബൌട്ട് മൈ ഫ്രണ്ട്. ആഗ്രഹിക്കുന്നു അല്ലെ. കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാരനെ കുറിച്ച് പറയണമെന്ന് എങ്ങനെയാ പറയാ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഫ്യൂ തിങ്സ് അബൌട്ട് മൈ ഫ്രണ്ട്. നെക്സ്റ്റ് വൺ. മാക്സ് ആണ് എന്റെ ഉറ്റ സുഹൃത്ത്. മാക്സ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഉറ്റ സുഹൃത്ത് അല്ലെ. ഏറ്റവും അടുപ്പുള്ള കൂട്ടുകാർക്കാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഉറ്റ സുഹൃത്ത്, ബെസ്റ്റ് ഫ്രണ്ട്. അവനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. ഹി വാണ്ട്സ് ടു ബി എ ഡോക്ടർ. ഹി വാണ്ട്സ് ടു ബി എ ഡോക്ടർ. നെക്സ്റ്റ് വൺ. അവൻ ഭാവിയിൽ ഒരു ഡോക്ടർ ആയേക്കാം. ഹി മൈറ്റ് ബിക്കം എ ഡോക്ടർ ഇൻ ദ ഫ്യൂച്ചർ. ഹി മൈറ്റ് ബിക്കം എ ഡോക്ടർ ഇൻ ദ ഫ്യൂച്ചർ. അവന് നല്ലവണ്ണം പാടാൻ കഴിയും. ഹി ക്യാൻ സിംഗ് വെൽ. ഹി ക്യാൻ സിംഗ് വെൽ. അവന് കാർ ഓടിക്കാൻ കഴിയില്ല. ഹി കാൻ ഡ്രൈവ്. ഹി കാൻ ഡ്രൈവ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. അവൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്. ഹി എക്സസൈസസ് എവറി ഡേ. ഡെയിലി എന്ന് പറയാം, എവറി ഡേ എന്ന് പറയാം. ഹി എക്സസൈസസ് എവറി ഡേ. പക്ഷെ ഇന്നലെ അവൻ വ്യായാമം ചെയ്തില്ല. ബട്ട് ഹി ഡിഡ്ന്റ് എക്സസൈസ് യെസ്റ്റർഡേ. ഹി ഡിഡ്ന്റ് എക്സസൈസ് യെസ്റ്റർഡേ. എന്നിരുന്നാലും നാളെ അവൻ വ്യായാമം ചെയ്യും. ഹൗഎവർ. എന്നിരുന്നാലും എന്നുള്ളത് എങ്ങനെയാ പറയുന്നത്? ഹൗഎവർ ഹി വിൽ എക്സസൈസ് ടുമാറോ. ഹി വിൽ എക്സസൈസ്
tomorrow. Okay? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.